തിരുവനന്തപുരത്ത് പാലോട് മരക്കൊമ്പൊടിഞ്ഞു വീണ് ഒരു സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഇടിഞ്ഞാർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. ഇരുചക്രവാഹനത്തിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഷൈജു. മരക്കൊമ്പ് വീണ് തല പൊട്ടി റോഡിൽ വീണ ഷൈജു അപ്പോൾ തന്നെ മരിച്ചു. ഉണങ്ങിയ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വനം വകുപ്പ് ഇടപെടാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് അവിടുത്തെ നാട്ടുകാർ. സുരക്ഷ എല്ലൂർ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് നാട്ടുകാർ പറയുന്നത് എന്നത് കൂടി നോക്കാം, എന്താണ് സംഭവിച്ചതെന്നും. സുനിഷ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങേണ്ടതാണ്, പക്ഷേ ഒരു സങ്കടപ്പെടുത്തുന്ന വർത്തമാനമാണ് നമുക്ക് രാവിലെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അതും മരം വീണ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്റേതല്ലാത്ത കാരണത്താൽ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. നാട്ടുകാരൻ പറയുന്നത് ആ പരിസരത്തൊക്കെ ഇങ്ങനെ ഉണങ്ങിയ കൊമ്പുകളൊക്കെ നിന്നത് വെട്ടിമാറ്റണമെന്നൊന്നും പറഞ്ഞിട്ട് ആരും കേട്ടില്ല എന്നാണോ? എന്താണ് സംഭവിച്ചത് സുനിഷ? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അരുൺ, സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി 9:30-ക്കും ഒരു 10 മണിക്കും ഇടയിലാണ്. ഇത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, ഈ ഭാഗത്തൂടെ, പാലോട് ബ്രൈമൂർ റോഡാണ് ഇവിടെ. ഇത് ഈ മുല്ലച്ചൽ വളവിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവിടെ കാണാം, നമുക്കൊരു മാഞ്ചിയത്തിൻ്റെ മരമുണ്ട്. ഒന്നല്ല, നിരവധി ഈ ഉണങ്ങിയ മരങ്ങൾ ഈ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഈ മരം ഈ ബൈക്കിലേക്ക് വീഴുകയായിരുന്നു. അതായത് മരിച്ച ഷൈജുവും ഒപ്പം ബന്ധുവായ ജോയും കൂടി ഒരു കല്യാണ റിസപ്ഷൻ കഴിഞ്ഞ് ഈ വഴി വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ ഈ നല്ല കാറ്റും ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത്. ഈ മാഞ്ചിയ മരം വീഴുന്നു. പിറകിലിരുന്ന ഷൈജുവിൻ്റെ തലയിലേക്കാണ് വീഴുന്നത്. തല പൊട്ടി ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞതുപോലെ ഇതുപോലെ 1-2 മരങ്ങളല്ല, നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ തന്നെയും ഈ റോഡിന് ഇരുവശത്തുമായി നിരവധി ഉണങ്ങിയ മരങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ പറയുന്നത് പല തവണ ഇവർ ഈ വിഷയം വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇത് മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തരത്തിലും അതിലൊരു നടപടിയെടുക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. കാരണം ഇനി ഒരു ജീവൻ ഇത്തരത്തിൽ പൊലിയരുത് എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, എനിക്ക് തോന്നുന്നു നിരവധി തവണ നമ്മളിത് ആവശ്യപ്പെട്ടു. ഒരു 2 വർഷം മുന്നേ ഇത് ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്തിൽ ചേർന്ന് പരാതി കൊടുത്ത് നമ്മുടെ വാർഡ് മെമ്പർ, ഇത് പഴയ വാർഡ് മെമ്പറാണ്, ഇത് ഇടിഞ്ഞാറിൻ്റെ പുതിയ വാർഡ് മെമ്പർ, 2 പ്രാവശ്യം പരാതി കൊടുത്തിട്ടും ഒരു നടപടി അവരെടുത്തിട്ടില്ല. ഫോറസ്റ്റിൻ്റെ ഒരു പ്രാവശ്യം പറഞ്ഞത് പഞ്ചായത്തായിട്ട് കൊടുത്ത് പറഞ്ഞാൽ അത് ഫോറസ്റ്റുകാരുടേതാണ്, അതിൽ ഞങ്ങൾ എന്ത് നടപടി എടുക്കട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ ഈ ലൈവിൽ കാണാം എത്രമാത്രം മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വീണ മരമാണ് ആ താഴെ കിടക്കുന്നത്. അപ്പം ഇതെല്ലാം മനുഷ്യൻ്റെ ജീവൻ ഒരു പുല്ല് വിലയാണ് ഇവർ കൽപ്പിക്കുന്നത്. ഈ മരങ്ങൾ, ഇതിനപ്പുറത്തും ഇപ്പുറത്തുള്ള മരങ്ങൾ മൊത്തവും മുറിച്ച് മാറ്റിയിട്ട് അവർ ഈ സാമ്പിൾ എന്നുള്ള രീതിയിൽ അവർ ഈ മരങ്ങൾ 2 സൈഡിൽ ഇട്ടേക്കാണ്. വർഷം കൊണ്ട് നിങ്ങൾ ഈ നോക്കിയാൽ മൊത്തം കാണാം ഈ ഉണങ്ങി വീണ മരങ്ങളാണ് ഈ കിടക്കുന്ന മൊത്തം. ഒരു മനുഷ്യർ അവരും ഇതുവരെ സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് ഇതുവരേക്കും അതിനൊരു മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇന്ന് ആ ബോഡിയുമായിട്ട് റേഞ്ച് ഓഫീസിൽ ചെന്ന് അവിടെ ഉപരോധിച്ചിട്ട് തന്നെയാണ് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഒരു പാവപ്പെട്ട കുടുംബമാണ്, ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുള്ളൊരു വീടാണ്. ഒരാൾക്ക് പോലും മുഖത്ത് നോക്കി ഇച്ചിപ്പോന്ന് പറയാത്തൊരു മനുഷ്യൻ. അയാളാണ് ഇപ്പോൾ ഈ നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഈ ഫോറസ്റ്റ് ഓഫീസറുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ്. ഇതിനൊരു നടപടി ഉണ്ടായിട്ടല്ലാതെ ഞങ്ങൾ ബോഡിയും കൊണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് വരില്ല. അത് ഞങ്ങളുടെ നാട്ടുകാരും പാർട്ടിക്കാരും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇന്ന് അവിടെ ഉപരോധിക്കാൻ പോകുന്നത്. അതാണ് അവരുടെ ഒരു നാടാകെ ഇന്ന് ഉപരോധത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. ഈ കുട്ടികളടക്കം പോകുന്ന ഒരു വഴിയാണ്, ഈ സ്കൂൾ ബസ് അടക്കം പോകുന്ന വഴിയാണ്. ഏത് സമയത്തും മരം വീഴും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഇരുഭാഗങ്ങളിലുമായി ഉണങ്ങിയ ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജീവന് സുരക്ഷ വേണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. കൃത്യമായി ഈ മരം മുറിച്ചു മാറ്റുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം. അരുൺ.